ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം അനുഗ്രഹീതമായി ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. അനുഗ്രഹീതമായൊരു പ്രഭാതം കൂടി കാണുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് 2024 ജനുവരി 8 തിങ്കളാഴ്ച. ഈ പ്രഭാതയാമത്തിൽ മോർണിംഗ് പ്രയറിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ആമേൻ സങ്കീർത്തനങ്ങൾ 40-ാം സങ്കീർത്തനം 17-ാം വാക്യം അതിൻ്റെ ആദ്യത്തെ ഭാഗം ഇങ്ങനെ വായിക്കുന്നു: ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മെ വിചാരിക്കുന്ന ഒരു കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മോട് ചേർന്ന് നിൽക്കുകയാണ്, നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. ആ കർത്താവ് എന്നെ വിചാരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്: ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ആമേൻ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പുകഴുവാൻ അധികമൊന്നും കാര്യങ്ങളില്ല, പ്രശംസിക്കുവാൻ അധികമൊന്നും കാര്യങ്ങളില്ല. എന്നാൽ എൻ്റെ കർത്താവ്, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു, എന്നെക്കുറിച്ച് കർത്താവ് ചിന്തിക്കുന്നു. 40-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. കർത്താവ് വിചാരിക്കുന്നു എന്ന് മാത്രമല്ല, ആമേൻ, നമ്മൾക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ വിചാരങ്ങൾ വളരെയാണ്, അധികമാണ്. ആമേൻ. ഈ പ്രഭാതത്തിലൊന്ന് ദൈവത്തെ വിശ്വസിച്ച്, പിശാചിനെ അവിശ്വസിച്ചിട്ട് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ്, ഇന്ന് പകലിൽ കർത്താവ് എന്നെ വിചാരിക്കുന്നുണ്ട്, കർത്താവ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആമേൻ. കർത്താവ് എന്നെക്കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആമേൻ. ഈ പ്രഭാതത്തിൽ എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റുവാൻ, എൻ്റെ ശൂന്യതകളെ നിറവുകളാക്കി മാറ്റുവാൻ, എൻ്റെ ജീവിതത്തെ ഒരനുഗ്രഹമാക്കി മാറ്റുവാൻ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ സർവശക്തനാകുന്ന കർത്താവ് എൻ്റെ ജീവിതത്തിൽ ആമേൻ വലിയൊരു പദ്ധതിയെ വെളിപ്പെടുത്തുവാനായി പോവുകയാണ്. അതേ, സർവശക്തനായ ദൈവത്തിൻ്റെ ആ കൃപയുടെ കരം ഇന്ന് ഈ പ്രഭാതത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ചലിക്കുമ്പോൾ കണ്ണുമടച്ച് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കാം. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങൾ വളരെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മനിയോഗത്തോടെ പറയുകയാണ്, ആമേൻ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ വളരെയാണ്. ഈ 2024 ദൈവം നിങ്ങളെ വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ വിചാരങ്ങൾ വളരെയാണ്. ദൈവത്തിൻ്റെ വിചാരങ്ങൾ എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ പ്ലാനുകൾ എന്ന ആ പദത്തെ അതിനോട് ചേർത്ത് പറയുവാൻ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് നിയോഗം തരികയാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ വലുതാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പ്ലാനുകൾ വലുതാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ച്, നിൻ്റെ കുടുംബത്തെക്കുറിച്ച്, നിൻ്റെ തലമുറകളെക്കുറിച്ചുള്ള പദ്ധതികളും പ്ലാനുകളും അത് വളരെ വളരെ വലുതാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം, ആമേൻ, അതിൻ്റെ 21-ാം വാക്യത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്. ആമേൻ. ഈ പ്രഭാതത്തിൽ പല വിചാരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മളെക്കുറിച്ച് പലരും പലതും വിചാരിച്ചിട്ടുണ്ട്. ആമേൻ. എന്നാൽ ആമേൻ, നമ്മളെക്കുറിച്ച് ദൈവം വിചാരിക്കുന്ന കാര്യങ്ങളെ നടക്കത്തുള്ളൂ. ആമേൻ. യഹോവയുടെ ആലോചനയോ യഹോവയുടെ പ്ലാനുകളോ യഹോവയുടെ പദ്ധതികളോ അത് നിവൃത്തിയാകും. അതെ, ആമേൻ. ദൈവത്തെ ഒന്ന് വിശ്വസിക്കാമോ? ഈ പകലൊന്ന് പറഞ്ഞ്, എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്, എൻ്റെ ദൈവത്തിന് എൻ്റെ കുടുംബത്തെക്കുറിച്ചൊരു പ്ലാനുണ്ട്, എൻ്റെ ദൈവത്തിന് എൻ്റെ തലമുറകളെക്കുറിച്ചൊരു പ്ലാനുണ്ട്. നിശ്ചയമായും അത് തന്നെ നിവൃത്തിയാകുവാനിടയാകും.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. ആമേൻ. ദൈവത്തിൻ്റെ വിചാരങ്ങളും നമ്മുടെ വിചാരങ്ങളും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ടെന്നേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല. ആമേൻ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ഉന്നതമായ പ്ലാനുകളാണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ളത്. ഉന്നതമായ പദ്ധതികളാണ് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ളത്. ഉന്നതമായ വിചാരങ്ങളും ചിന്തകളുമാണ് സർവശക്തനായ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ളത്. ആമേൻ. അതുകൊണ്ട് ആമേൻ, എൻ്റേതായ കണക്കുകൂട്ടലുകളെയും എൻ്റേതായ പദ്ധതികളെയും എൻ്റേതായ പ്ലാനുകളെയും ഒക്കെ ആമേൻ ഒന്ന് ഉപേക്ഷിച്ചു കളഞ്ഞിട്ട് ആമേൻ ഉന്നതമായ ദൈവത്തിൻ്റെ വിചാരങ്ങളിലേക്കും പദ്ധതികളിലേക്കും പ്ലാനുകളിലേക്കും ആമേൻ ഈ നിമിഷം ഞാനൊന്ന് കയറി ചെല്ലുവാൻ ആഗ്രഹിക്കുകയാണ്. 2024 ദൈവം നമ്മെ വിചാരിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവം നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. ആമേൻ. ഇന്ന് പകലിൽ ദൈവം നിന്നെക്കുറിച്ച് ആമേൻ പദ്ധതികൾ പ്ലാനുകൾ തയ്യാറാക്കുന്നു. ആമേൻ. നമ്മെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്നു എന്നത് എത്ര ശ്രേഷ്ഠകരമായൊരു ചിന്തയാണ്. അതേ പ്രിയപ്പെട്ടവനെ, നിന്നെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്നുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ച് ചില പ്ലാനുകളുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ പ്ലാനുകളെക്കുറിച്ച് അറിഞ്ഞാൽ എണ്ണത്തിൽ അത് വളരെയാണ്. ഗുണത്തിൽ അത് ഉന്നതമാണ്. അത് നിവൃത്തിയാകുന്നതാണ്. ഒരിക്കൽ അബ്രഹാമിനെ കുറിച്ച് ദൈവം വിചാരിച്ചു. ആമേൻ. അബ്രഹാമിനെ കുറിച്ച് ചില പദ്ധതികൾ പ്ലാനുകൾ തയ്യാറാക്കി. ആമേൻ. ആ പദ്ധതികളെ അബ്രഹാമിനൊന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി. അബ്രഹാം ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ ആമേൻ കഴിഞ്ഞ കാല ജീവിതത്തെയൊക്കെ പുറകിലെറിഞ്ഞു കളഞ്ഞിട്ട് പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടുകളഞ്ഞിട്ട് ദൈവികമായ വാഗ്ദത്തങ്ങളുടെ പിന്നാലെ പദ്ധതികളുടെ പിന്നാലെ ആമേൻ വാഗ്ദത്തത്തെ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുവാനിടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ പ്ലാൻ തയ്യാറാക്കിയ ആമേൻ ദൈവം അവൻ ഉന്നതനായ ദൈവമായതുകൊണ്ട്, ദൈവത്തിൻ്റെ പ്ലാനുകൾ ഉന്നതമായ പ്ലാനുകളായതുകൊണ്ട് അബ്രഹാമിനെ ആമേൻ ഉന്നതനാക്കി മാറ്റുവാനിടയായിത്തീർന്നു. ആമേൻ. ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കിയത്. ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ് അബ്രഹാമിനെ ഒരു അനുഗ്രഹ വിഷയമാക്കി മാറ്റിയത്. ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ് ആമേൻ അബ്രഹാമിൻ്റെ സന്തതിയെ ഒരു വാഗ്ദത്തത്തിൻ്റെ സന്തതിയാക്കി മാറ്റിയത്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ആത്മനിയോഗത്തോടെ ചിലരെ നോക്കി വിളിച്ചു പറയുകയാണ്, ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ 2024 നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ ആമേൻ നിൻ്റെ ജീവിതത്തെ ഒരത്ഭുതമാക്കി മാറ്റാൻ പോകുന്നു. നിൻ്റെ തലമുറയെ ഒരതിശയമാക്കി മാറ്റുവാൻ പോകുന്നു. നിൻ്റെ കുടുംബത്തെ ആമേൻ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ പോകുന്നു. ആമേൻ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തെ ഒന്ന് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ വിശ്വാസത്തോടെ ആ ദൂതൊന്ന് ഏറ്റെടുക്കുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ പ്ലാനിന് നിന്നെ ഉന്നതമാക്കുവാൻ കഴിയും, അനുഗ്രഹമാക്കുവാൻ കഴിയും, വിടുതലാക്കുവാൻ കഴിയും. നിൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവികമായ വിടുതലുകളെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പ്ലാനിനും പദ്ധതികൾക്കും വിചാരങ്ങൾക്കും ശക്തിയുണ്ട് എന്ന് ആമേൻ ആമേൻ ഈ പ്രഭാതത്തിൽ ഒന്ന് വിശ്വസിക്കുവാനിടയായി തീരട്ടെ.
ദൈവത്തിൻ്റെ പ്ലാനുകൾക്കനുസരിച്ച് ഞാൻ ചുവട് വെച്ചാൽ ആമേൻ ഉന്നതമായ വാഗ്ദത്തങ്ങൾ എനിക്ക് ലഭ്യമാകും. അബ്രഹാമിൻ്റെ ജീവിതം അതിനെ പ്രൂവ് ചെയ്യുകയാണ്. അബ്രഹാം ദൈവത്തിൻ്റെ ആമേൻ പ്ലാനിലേക്ക് കടന്നു വരുമ്പോൾ ഉന്നതമായ വാഗ്ദത്തങ്ങൾ അവന് ലഭിച്ചു. ആ വാഗ്ദത്തങ്ങൾ വിശ്വാസത്താൽ അവൻ്റെ ജീവിതത്തിൽ ആമേൻ അങ്ങനെ തന്നെ സംഭവിച്ചു. ഈ പ്രഭാതത്തിൽ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുന്നു, ഉന്നതമായ ചില വാഗ്ദത്തങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നു. ഉന്നതമായ ചില പ്രോമിസുകൾ നിനക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നു. 2024 ആമേൻ നീ അവകാശമാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠമായ ഉന്നതമായ ചില പ്രോമിസുകൾ, ചില വാഗ്ദത്തങ്ങൾ, അതിനായി കാത്തിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ഈ ദിവസങ്ങളിൽ ആത്മനിയോഗത്തോടെ ചുവട് വെക്കുവാൻ ഇടയാകുമ്പോൾ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ ബലമുള്ള കരം നിന്നെ ഒരു അതിശയ വിഷയമാക്കി ഉന്നതമായ വാഗ്ദത്തങ്ങൾ നൽകി ആമേൻ വാഗ്ദത്തത്തിൻ്റെ അവകാശിയാക്കി മാറ്റാൻ ആമേൻ പദ്ധതിയിട്ടിരിക്കുന്നു, പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നു. മുന്നോട്ട് ചുവട് വെക്കുവാൻ ഇടയായി തീരട്ടെ. ഇതുവരെ ആരും ചുവട് വെച്ചിട്ടില്ലാത്ത, ഇതുവരെ ആരും കടന്നുപോയിട്ടില്ലാത്ത വഴികളിലൂടെ നീയും നിൻ്റെ തലമുറയും കടന്നു പോകുവാൻ, നടത്തപ്പെടുവാൻ ഇടയാകും. എങ്ങനെ? ആമേൻ വാഗ്ദത്തത്തിനനുസരിച്ച്, ദൈവികമായ പ്ലാനിനനുസരിച്ച് ചുവട് വെക്കുവാൻ തയ്യാറാകുമ്പോൾ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഈ വഴിക്ക് മുമ്പേ ആമേൻ ആരും കടന്നു പോയിട്ടില്ലല്ലോ, ആമേൻ ഇതുവരെ ആരും കടന്നു പോയിട്ടില്ലാത്ത യോർദാൻ്റെ നടുവിലൂടെ ഒരു പുതുവഴിയെ സർവശക്തനായ ദൈവം യോശുവയ്ക്കും കൂട്ടർക്കും വെളിപ്പെടുത്തിയതുപോലെ ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രഭാതയാമത്തിൽ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുകയാണ്. ഇതുവരെ ആർക്കും കടന്നു പോകുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ഇതുവരെ ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത, ഇതുവരെ ആർക്കും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത, മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആമേൻ അനുഗ്രഹത്തിലേക്കുള്ള, നന്മയിലേക്കുള്ള, വിടുതലുകളിലേക്കുള്ള ദൈവികമായ വഴി ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് ഓപ്പണായി വരികയാണ്. ഒരു അനുഗ്രഹത്തിൻ്റെ വഴി ദൈവം നിനക്കായി തുറക്കാൻ പോകുന്നു. 2024 1-ാം മാസത്തിൽ 8-ാം തീയതി ആമേൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുകയാണ്, ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുവാൻ പോകുന്നു. ഇതുവരെ ആരും നിന്റെ കുടുംബത്തിൽ അങ്ങനെയൊരു വഴിയിലൂടെ കടന്നു പോയിട്ടില്ല. നിന്റെ കുടുംബത്തിൽ ആരും അങ്ങനെയൊരു ചുവട് വെച്ചിട്ടില്ല. ആമേൻ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരു പുതുവഴി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിനക്കായി തുറക്കപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. വിശ്വാസത്തോടെ പറ ആമേൻ. ദൈവം ഇന്ന് പ്രഭാതത്തിൽ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ഒരു വഴി തുറക്കുകയാണ്, ഒരു വാതിൽ തുറക്കുകയാണ്. ദൈവം തുറക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആമേൻ ആഴമെന്തെന്നറിയാമോ? ദൈവം തുറന്നാൽ അത് അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവം ഒരു വഴി തുറന്നാൽ, ദൈവം ഒരു വാതിൽ തുറന്നാൽ അത് അടയ്ക്കുവാൻ ഒരാൾക്കും കഴിയത്തില്ല. ആമേൻ ഇന്ന് ഈ പ്രഭാതയാമത്തിൽ ആത്മനിയോഗത്തോടെ വിശ്വസിക്കുക. ദൈവം ചില വഴികൾ നിനക്കായി തുറക്കും. നിന്റെ തലമുറക്കായി ചില വഴികൾ തുറക്കും. നിന്റെ ബിസിനസ്സിനായി ചില വഴികൾ, വാതിലുകൾ തുറക്കും. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിനായി അവൻ ചില വഴികൾ തുറക്കും. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ രോഗസൗഖ്യത്തിനു വേണ്ടി ഒരു വലിയ ദൈവപ്രവൃത്തിയെ കർത്താവ് അയക്കും. അവൻ നിന്റെ സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരത്തിൻ്റെ വാതിലും പരിഹാരത്തിൻ്റെ വഴികളും അവൻ ഈ
ഈ ദിവസങ്ങളിൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ കണ്ണിന് മുമ്പാകെ വെളിപ്പെടുത്താൻ പോവുകയാ. ആമൻ, ഒരു കുഞ്ഞിൻ്റെ നിലവിളി കേട്ട് ആമൻ ഇറങ്ങി വന്ന കർത്താവ് അതുവരെ കാണാത്തൊരു ഉറവയെ ആമൻ ഹാഗാറിന് വേണ്ടി കാണിച്ചു കൊടുക്കുവാൻ, അവളുടെ കണ്ണുകളെ തുറക്കുവാൻ ഇടയായി തീർന്നതുപോലെ ഈ പ്രഭാതത്തിൽ ഒരു പുതുവഴി കർത്താവ് നിൻ്റെ കണ്ണിന് മുമ്പാകെ വെളിപ്പെടുത്തുവാൻ വേണ്ടി പോവുകയാണ്. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിൻ്റെ ജീവിതം ഒരത്ഭുതമായി മാറുവാൻ ഇടയായിത്തീരും. നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ ദൈവത്തിൻ്റെ കണക്കുകൂട്ടലുകൾക്കായി, ദൈവത്തിൻ്റെ പ്ലാനുകൾക്കായി ഒരു നിമിഷം ഒന്ന് കാതോർക്കുവാൻ ഇടയാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ വഴിയില്ലാത്ത ഇടത്ത് ആമേൻ ദൈവം വഴി തുറക്കുന്നവനാണ്. ദൈവത്തിൻ്റെ പ്ലാനുകൾ നിന്നെ മുന്നോട്ട് നടത്തുവാനായി പ്രേരിപ്പിക്കുകയാണ്. അതെ, ദൈവത്തിൻ്റെ പ്ലാനിൻ്റെ പ്രത്യേകത, നീ പിറകോട്ട് പോകത്തില്ല. അയ്യമേൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയത്തില്ല. നിന്നെ മുന്നോട്ട് തന്നെ നയിക്കാൻ ദൈവത്തിൻ്റെ പ്ലാനുകൾക്ക് ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കത്തില്ല. നിശ്ചയമായിട്ടും നാശത്തിലേക്ക് പിന്മാറരുത്, പിറകോട്ട് നോക്കരുത്, വിട്ടുപോകുന്നതിനെ വിചാരിക്കരുത്. യാത്ര മുന്നോട്ടാണ്. കാണുന്നതിൽ നിന്ന് കാണാത്തതിലേക്ക്, ദൈവം ഒരുക്കിയതിലേക്ക്, വാഗ്ദത്വത്തിലേക്ക്. അതേ പ്രിയ സഹോദര, അതേ പ്രിയ സഹോദരി, ഇന്ന് ഈ പ്രഭാതത്തിൽ അവൻ യാത്ര മുന്നോട്ടാണ് എന്ന് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ചുവട് വെക്കുവാനിടയായി തീരട്ടെ. ഒരു നിമിഷം കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ, നിൻ്റെ ജീവിതം ഒരു അത്ഭുതമായി മാറുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുവാൻ പോകുന്നു. ദൈവം നിന്നെ വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ വിചാരങ്ങൾ ഉന്നതമായതാണ്. അവൻ നിന്നെ ഉന്നതമായ വഴികളിലൂടെ, ശ്രേഷ്ഠമായ പാതകളിലൂടെ, അനുഗ്രഹത്തിൻ്റെ പന്താവിലൂടെ നിൻ്റെ ജീവിതത്തെ ഒരത്ഭുതമാക്കി മാറ്റി അതിശയകരമായ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തി ആമേൻ നിന്നെ ജയോത്സവകരമായി വഴി നടത്തുവാൻ അവൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം ഈ വചനത്തിൻ്റെ മുൻപാകെ നമ്മെ തന്നെയൊന്ന് സമർപ്പിക്കാം. അവൻ ചില വഴികൾ തുറക്കട്ടെ, ചില വാതിലുകൾ തുറക്കപ്പെടട്ടെ. ആരും അടയ്ക്കാതെ വണ്ണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത് ഓപ്പണായി വരട്ടെ. ശമനീയ ഹദുനിയ രഗദനീയ രബൂധനീയ രഗദനീയ അർഘമന സ്വൈദൽ രഹേബ അർധുരാ രഹസ്വയംധ്വേനിയ രബൗധനീയ ഉരബലബലബധുരമാന സ്വൈധ്വേനിയർഹേമ ശംസയാഥലരബൗഷഹരമാസെ അൻഭാർഹേമനാശയഥലരബൗധനി ഉരബലബലബധുരമാന ഘടകമനാദി അടകമന ജുദനിയ രഗദനിയ രബൂഷസയ ഹന്ദുനിയ രഖമാനിയ റുബോലിയാസയഥലരബൗഷഹരമാസയ റോഥോലോറോഭോനിയ രഭോനിയ 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 രഖേമാസിയഥലരബൗഷഹരമസി. ദൈവശക്തി വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, വ്യക്തികളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. വഴികൾ തുറന്നുവ, വാതിലുകൾ തുറന്നുവ. ദൈവത്തിൻ്റെ പ്ലാനുകൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെട്ടു വരട്ടെ. അൻബാർ ഹേ മനാസുയത്വനിയ ഉരബലബ ശംസയത്തലറബൗധനി ഉരബലബലബ ദുരമാന സ്വൈധേ അൻബാർ ഹേ മനാസുയത്തലറബൗധനിയ റഹമാനിയ. ഇൻ ദ ഫയർ ഓഫ് അനോയിന്റിംഗ്, യേശുവിൻ്റെ നാമത്തിൽ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. അഭിഷേകത്തിൻ്റെ നിറവ് വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ തലം വെളിപ്പെടട്ടെ. ഇരുളിൻ്റെ സകല കെട്ടുകളും അതിൻ്റെ ബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഒരു വലിയ ഡെലിവറൻസിന് വേണ്ടി, ഒരു വലിയ വിടുതലിന് വേണ്ടി, ഒരു വലിയ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി, ഒരാത്മാവിൻ്റെ ജ്വലനത്തിനു വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ആമേൻ പ്രാർത്ഥനയോടെ ദൈവവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്താലുള്ള വിടുതലുകൾ, ആമേൻ ഡെലിവറൻസുകൾ യേശു
യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. സാമ്പത്തിക മേഖലയെ അനുഗ്രഹിക്കുന്നു. ശാരീരിക സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആത്മീകമായ ഭൗതികമായ വിടുതലുകൾക്കായി പ്രാർത്ഥിക്കുന്നു. പൈശാചിക കെട്ടുകൾ പൊട്ടിമാറുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹത്തിലേക്കുള്ള പ്രയാണം തുടരുവാൻ പ്രാർത്ഥിക്കുന്നു. അവൻ വീണ് കിടക്കുന്ന ഇടത്തു നിന്ന് വീണ്ടും എഴുന്നേൽക്കുന്ന ആത്മമണ്ഡലം യേശുവിൻ്റെ നാമത്തിൽ അത് ഓപ്പണായി വരട്ടെ. ഹല്ലേലൂയ. ശതലറബ സിയതലറബ ഹൗസമസ്യാന്ത്വനിയ. വഴിയില്ലാത്തയിടത്ത് വഴി തുറക്കുന്ന ദൈവം ഇന്ന് പകൽ വഴികൾ തുറക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ യേശുവിൻ നാമത്തിൽ. പിതാവേ കേൾക്കണമേ. ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊരു അനുഗ്രഹമായി മാറട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ.